ഹാർഡ് നീറ്റ് ആസ്പിരൻസ് ഒരു GIB കൂടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആ GIBയുടെ പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. ഈ GIBയിൽ ഫിസിക്സിൻ്റെ ടോപ്പിക്സ് സിലബസിൽ ഇൻക്ലൂഡഡ് ആയ ചാപ്റ്റേഴ്സ് ഓൾറെഡി നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. ആ ടോപ്പിക്സ് പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ GIBയുടെ ഇമ്പോർട്ടൻസ്, ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഈ GIB എത്രത്തോളം ക്രൂഷ്യൽ ആണെന്നുള്ളത്. നമുക്കറിയാം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് പവർ എനർജി, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ, ഗ്രാവിറ്റേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സ് ആകുമ്പോൾ +1 ഫസ്റ്റ് വോളിയം കംപ്ലീറ്റ് ആയി, മെക്കാനിക്സ് കംപ്ലീറ്റ് ആയി. ദെൻ സെക്കൻഡ് വോളിയത്തിൽ നിങ്ങൾ എക്സാമിനേഷനിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഈ സിലബസിൽ ഉൾപ്പെട്ട ചാപ്റ്റേഴ്സ് സെക്കൻഡ് വോളിയത്തിലേക്ക് വരുമ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻസ്. ഇത്രയും ടോപ്പിക്സ് വിച്ച് മീൻസ് +1 കംപ്ലീറ്റ് ടോപ്പിക് ഒരു ചാപ്റ്റർ ഒഴികെ ഏതാണത്? വേവ്സ് ഒഴികെ +1 മുഴുവൻ, അതായത് +1 ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ് കംപ്ലീറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ഈ എക്സാമിനേഷൻ നിങ്ങൾ പെർഫോം ചെയ്യണം. അപ്പം ആ ഫിസിക്സിലെ +1 കംപ്ലീറ്റ് ടോപ്പിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതെല്ലാം ചേർത്ത് വെച്ച് പഠിക്കുന്നത്. അതായത് മെക്കാനിക്സിൽ ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷൻ, വർക്ക് പവർ എനർജി, അതോടൊപ്പം തന്നെ തെർമൽ ഫിസിക്സ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, തെർമൽ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം ചേർത്ത് കണക്ട് ചെയ്ത് പഠിച്ച് എക്സാമിനേഷൻ ചെയ്ത് നിങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ GIB. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് ടോപ്പിക്സ് ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതെ വ്യത്യസ്ത ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാനും മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വരാൻ പോകുന്ന GIB എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റിപ്പീറ്റർ കരിയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ GIB ആണ്, ഏറ്റവും ക്രൂഷ്യലായ GIB ആണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ 26-ാം തീയതിയാണ് എക്സാമിനേഷൻ നടക്കുന്നത്. രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം. ആ എക്സാമിനേഷൻ അതിൻ്റേതായ സീരിയസ്നെസ്സിൽ കാണണം. വൺ ഷോട്ട് സീരീസിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട റിവിഷനും ഗൈഡൻസും ഒക്കെ നമ്മൾ തരുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യും. അതിൽ കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.